ഹലോ, വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി പറഞ്ഞുതരാവേ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് കോൺഫ്ലവർ, പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ മൊരിച്ചെടുത്താൽ മതി. ഈ രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ച എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ പട്ട, ഗ്രാമ്പു അതെല്ലാം ഇതിലിട്ട് സവോള നമ്മളിതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ ഇതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല. അത് ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടി ഒന്നൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സോസ് നമ്മളെ ഇഷ്ടത്തിന് ഒഴിക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒരു 5 മിനിറ്റൊന്ന് നമ്മൾ അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോസൊക്കെ ഉണ്ടല്ലോ അതിലൊന്ന് പിടിച്ചിരിക്കും. ഇനി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.